കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി ഇവിടെ പെയ്തിറങ്ങിയ മഴയിലാണ് ഈ കാണുന്ന രീതിയിലുള്ള വെള്ളമൊക്കെ തന്നെ ഇവിടെ വലിയ രീതിയിൽ പൊങ്ങിയത്. നമുക്കിപ്പോൾ കാണാം, കഴിഞ്ഞ കുറച്ച് നേരം മുൻപ് വരെ ഒരാളിന്റെ മുട്ടോളം പൊക്കത്തിൽ ഇവിടെ വെള്ളമുണ്ടായിരുന്നു ഈ തിരുവനന്തപുരം നഗരത്തിൽ, ഈ പ്രത്യേകിച്ച് ഈ റെയിൽവേ സ്റ്റേഷന്റെ ബസ് സ്റ്റാൻഡിന്റെ അടുത്തായിട്ട്. പക്ഷേ ഇപ്പോൾ കോർപ്പറേഷന്റെ ജീവനക്കാരെത്തി ഇവിടെ ഉണ്ടായിരുന്ന ഈ ഓടകളൊക്കെ തന്നെ വൃത്തിയാക്കി, മാൻഹോളുകളൊക്കെ തന്നെ വൃത്തിയാക്കി ഈ വെള്ളമൊക്കെ തന്നെ അതിലേക്ക് ഇറക്കി വിട്ടതിന് ശേഷമാണ് ഇപ്പോൾ വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുള്ളത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളെ തിരുവനന്തപുരം നഗരത്തിൽ പെയ്ത മഴയിൽ ചെറിയ രീതിയിലുള്ള വെള്ളപ്പൊക്കം തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ ഒരു ദിവസം മഴയില്ലായിരുന്നുവെങ്കിൽ പോലും ജഗതി ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ കിള്ളിയാറിൽ നിന്നുള്ള വെള്ളം കയറി വീടുകളിലേക്കൊക്കെ തന്നെ വെള്ളം കയറുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. ഇന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പെയ്ത ഏകദേശം 2 മണിക്കൂറോളം തുടർച്ചയായി നിന്ന് പെയ്ത മഴയിലാണ് ഈ തിരുവനന്തപുരം നഗരത്തിൽ ഇപ്പോൾ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നത്. ആമിഴഞ്ചൻ തോട് നിറഞ്ഞൊഴുകുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ ഉള്ളത്. അതോടൊപ്പം തന്നെ ഈ സമീപത്തുള്ള കടകളിലേക്കൊക്കെ തന്നെ വെള്ളം കയറിയിട്ടുണ്ട്. നേരത്തെയൊക്കെ ആണെങ്കിൽ ഈ റോഡിലൂടെ സുരക്ഷിതമായി ഇവിടെ ഒരു റോഡുണ്ടല്ലോ എന്ന് സങ്കല്പിച്ച് നടന്നു പോകാമായിരുന്നു. പക്ഷേ നവകേരളമായതുകൊണ്ട് ഇത്തരത്തിൽ റോഡ് എവിടെയാണ്, കുഴി എവിടെയാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു സ്ഥിതി ഉണ്ട്. ഏതായാലും ഭാഗ്യം പരീക്ഷിക്കുന്ന കടയാണ്. ഏതായാലും അവർക്ക് ഇന്ന് കാര്യമായ ഭാഗ്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം മഴയത്ത് കട മുഴുവൻ വെള്ളം കയറിയ ഒരു സ്ഥിതിയാണ്. ചേട്ടാ, അകത്തൊക്കെ വെള്ളമാണോ? എന്താ സ്ഥിതി? ശരിക്കും വെള്ളമുണ്ട്. ബമ്പർ വല്ലതും എന്തെങ്കിലും സമ്മാനം വല്ലതും അടിച്ചോ? ചെറിയ പ്രൈസേ ഉള്ളൂ. ഇതിലും വലിയൊരു ബമ്പർ ഇനി അവർക്ക് കിട്ടാനല്ലോ എന്ന് തോന്നുന്നു. കാരണം അത്രയധികം രൂക്ഷമാണ് ഈ പറയുന്ന സ്ഥലത്തെ എല്ലാം ഒരു കാഴ്ച എന്ന് പറയുന്നത്. എന്താണ്, ഇവിടുത്തുകാരനാണോ? അല്ല, മലപ്പുറക്കാരനാണ്. മലപ്പുറത്ത് തിരുവനന്തപുരത്ത് വന്നിട്ട് ഇതൊക്കെ കാണുമ്പോൾ തോന്നുന്നു അവിടെ മഴ ഇല്ലത്തര, അവിടെ വെയിലാത്തര മലപ്പുറപ്പം. ഇവിടെ മഴ വെള്ളപ്പൊക്കമാണ്, പുഴമാതിരിയാണ് കാണുന്നത്. തിരുവനന്തപുരം ഓവർബ്രിഡ്ജിനും കിഴക്കേക്കോട്ടയ്ക്കും ഇടയിലുള്ള ഈ ഒരു മേഖല മുഴുവൻ യഥാർത്ഥത്തിൽ വെള്ളക്കെട്ടിലാണ്, വെള്ളത്തിൻ്റെ അതിരൂക്ഷമായ പ്രതിസന്ധിയിലാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഈ ആമിഴഞ്ചൻ തോടാണ്. കഴിഞ്ഞ മഴക്കാലത്തും അതിന് മുമ്പും ഒക്കെ നമ്മളിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ തോടിൻ്റെയൊക്കെ ശുചീകരണം നടത്താത്തതാണ് ഈ പ്രതിസന്ധിക്ക് കാരണം. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് യഥാർത്ഥത്തിൽ ഇനി കാണാൻ കഴിയുന്നത്. കാലങ്ങളായി ഇങ്ങനെ നഗരസഭ ആമിഴഞ്ചൻ തോട്ടിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന മാലിന്യങ്ങൾ കാരണം ഈ ഒരു മഴ പെയ്തപ്പോൾ, കാലവർഷം എത്തിയപ്പോൾ വെള്ളത്തിന് സുഗമമായി ഒഴുകിപ്പോകാനായിട്ട് കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ വേലി പൊട്ടിച്ച് വെള്ളം റോഡിലേക്ക് എത്തുന്ന ഒരു കാഴ്ച, ജനജീവിതം അക്ഷരാർത്ഥത്തിൽ സ്തംഭിച്ച ഒരവസ്ഥയാണ് തിരുവനന്തപുരം നഗരത്തിലാകമാനം കാണാൻ കഴിയുന്നത്.